അർജുൻ്റെ 2007 പുറത്തിറങ്ങിയ ഒരു ചിത്രമുണ്ട്. അതിൻ്റെ തെലുങ്കിലെ പേര് ദേശമുദ്രു എന്നാണ്. അവിടുത്തെ ഒരു ഹിറ്റ് സംവിധായകനായ പൂരി ജഗന്നാഥ് സംവിധാനം ചെയ്ത് DVV ദാനയ്യ നിർമ്മിച്ച് യൂണിവേഴ്സൽ മീഡിയയുടെ ബാനറിൽ ചക്രി സംഗീത സംവിധാനം നിർവഹിച്ചെത്തിയ ദേശമുദ്രു എന്ന പടം അവിടെ വളരെ വലിയൊരു ഹിറ്റായിരുന്നു. അല്ലു അർജുൻ്റെ കരിയറിൽ അതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഹിറ്റായിരുന്നു ദേശമുദ്രു. അതിനു മുന്നേ അല്ലു അർജുനോട് ഒരു ബെഞ്ച് മാർക്ക് നൽകിയൊരു പടമായിരുന്നു ആര്യായിരുന്നു അതിനു മുന്നേ വന്ന അല്ലു അർജുൻ്റെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ചിത്രം. അപ്പോൾ അതിനുശേഷം അല്ലു അർജുൻ ഒരു വലിയൊരു ഇമ്പാക്റ്റ്, ഒരു സൂപ്പർ സ്റ്റാർഡം നൽകി വളരെയധികം ഫാൻസ് പവർ ഉയർത്തിയ ഒരു പടമാണ് ഈ ദേശമുദ്രു എന്ന പടം. അപ്പോൾ ആ പടത്തിൽ നമ്മൾ അതുവരെ കണ്ടിരുന്ന ഒരു അല്ലു അർജുനെ അല്ല നമ്മൾ കണ്ടത്. കാരണം അതുവരെ നമ്മൾ അല്ലു അർജുനെ കണ്ടത് ഒരു ചോക്ലേറ്റ് ബോയ് ലുക്കിൽ നമ്മുടെ ഒരു സാധാ ബോഡി അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ കണ്ടത്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി നമ്മുടെ ഈ ദേശമുദ്രു എന്ന പടത്തിൽ വന്നപ്പോഴത്തേക്ക് അല്ലു അർജുൻ ഹൈലി ജിംനാറ്റഡ് ബോഡിയൊക്കെ ആയിട്ട് വളരെ വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് നടത്തിയത്. അപ്പോൾ അല്ലു അർജുൻ്റെ അതിൻ്റെ അകത്ത് ഇൻട്രോ സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ആ പടം ആകെ മൊത്തത്തിലൊരു ഔട്ട് ആൻഡ് ഔട്ട് അല്ലു അർജുൻ ഷോ ആയിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ അതിൽ അല്ലു അർജുൻ ഇങ്ങനെ മസിൽ വരുത്താൻ വേണ്ടിയിട്ട് ആ സമയത്ത് കുറേ സ്റ്റിറോയിഡും അതുപോലെയുള്ള കൃത്രിമ മാർഗങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അല്ലു അർജുന് മസിൽ ഉണ്ടാക്കിയതെന്നും അതുപോലെ അതിനുവേണ്ടി മരുന്ന് കുത്തിവെച്ചതിന് ശേഷം അല്ലു അർജുന് ബ്ലഡ് ക്യാൻസർ വന്ന് അല്ലു അർജുൻ്റെ കയ്യിലെ മസിൽ മുറിച്ച് കളഞ്ഞ് തൊടയിലെ മസിലെടുത്താണ് കയ്യിൽ വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ കേരളക്കരയിൽ ഗോസിപ്പുകൾ പടർന്ന് പന്തലിച്ചത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ അന്നത്തെ അല്ലു അർജുൻ്റെ ഇവിടുത്തെ ഒരു സ്റ്റാർഡും ഫാൻ പവറും ഒക്കെ വെച്ച് നോക്കുമ്പം അതൊക്കെ നമ്മുടെയൊക്കെ സ്കൂൾ പഠന കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ ഒരു വളരെയധികം സങ്കടപ്പെടുത്തിയൊരു ഗോസിപ്പാണത്. പിന്നീട് നാളുകൾക്ക് ശേഷമാണ് അതൊക്കെ വെറും ഗോസിപ്പാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ആ സമയത്ത് എല്ലാവരും അതൊക്കെ കേട്ട് സംഭവം സത്യമാണെന്നൊക്കെ വിചാരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞൊരു ഗോസിപ്പ്. അത് കേരളക്കര മുഴുവൻ ഒരുപോലെ വ്യാപിച്ച ഒരു ഗോസിപ്പാണ്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്ധ്രയിൽ അതുപോലൊരു തരംഗം തീർത്തൊരു പടമായിരുന്നു അല്ലു അർജുൻ്റെ ദേശമുദ്രു എന്ന പടം. അപ്പം അതിലെ എന്താ പറയണ അല്ലു അർജുൻ്റെ എല്ലാം ഒരു ഫുൾ പാക്കേജ് ആയിരുന്നു ആ പടം. അതിൽ അല്ലു അർജുൻ്റെ ഹെയർ സ്റ്റൈൽ ബണ്ണീസ് ലോങ് ഹെയർ അത് ഹിറ്റായിരുന്നു. അതുപോലെ അല്ലു അർജുൻ്റെ ഒരു എന്താ പറയണേ ബോഡി, മെയിനായിട്ട് പറയുകയാണെങ്കിൽ ബോഡി അത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ്. അത് സിനിമാ ലോകം അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള സ്റ്റാർ ഹീറോസിൽ ആദ്യമായിട്ട് 6 പാക്ക് ആപ്സുമായിട്ട് പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ ആണെന്നാണ്. അപ്പോൾ അത്ര ഒരു ഇമ്പാക്റ്റാണ് അല്ലെങ്കിൽ അത്ര ഒരു ഡെഡിക്കേഷനാണ് ആ പടത്തിന് വേണ്ടിയിട്ട് അല്ലു അർജുൻ ചെയ്തത്. അപ്പോൾ അതുവരെ നമ്മൾ കണ്ട് ശീലിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോളിവുഡ് ആക്ടേഴ്സിൽ മാത്രമാണ് ഇത്രയും ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഹീറോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതല്ല നമ്മുടെ സൗത്ത് ഇന്ത്യൻ നടന്മാർക്കും അത് പറ്റും എന്ന് കാണിച്ച് തെളിയിച്ചു കൊടുത്തൊരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ചങ്കൂറ്റാണ് അല്ലു അർജുൻ എടുത്ത് കാണിച്ചത്. അപ്പോൾ അത് മാത്രമല്ല അല്ലു അർജുൻ്റെ അതിലെ ഡ്രസ്സിങ് സ്റ്റൈൽസ്, അതിലെ കാർഗോ ജീൻസും നമ്മുടെ ജോക്കി ഇന്നർ വെയറിൻ്റെ എലാസ്റ്റിക് കാണിച്ചുകൊണ്ടുള്ള പല സ്റ്റീൽസും അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് അന്നത്തെ ടീനേജേഴ്സ് അതിൻ്റെ അകത്ത് നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാത്ത ഒരു സാധനം പോലും ആ പടത്തിലില്ല. അമ്മാതിരി ഇമ്പാക്റ്റാണതാ ഓൾ ഓവർ എല്ലായിടത്തും ഉണ്ടാക്കി. കേരളത്തിലൊക്കെയാണെങ്കിൽ പറയണ്ട, കേരളത്തിൽ നിന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് അല്ലു അർജുൻ കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഒരു പടമായിരുന്നു അത്. ഒരു ഫുൾ പാക്കേജ് ട്രെൻഡ് സെറ്റിംഗ് മൂവിയായിരുന്നു അത്. അപ്പം പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ആ പടം അതായത് ദേശമുദ്രു അല്ലു അർജുൻ ഫിലിം ഇൻഡസ്ട്രി വന്നിട്ട് ഇപ്പോൾ ഈ വർഷം 2023 മാർച്ച് മാസം 28-ാം തീയതി 20 വർഷം കഴിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ ആദ്യമായിട്ട് അല്ലു അർജുൻ്റെ ഒരു പടം ഇപ്പം നമുക്കിവിടെ മലയാളത്തിൽ നമ്മുടെ സ്ഫടികമൊക്കെ 4K റീമാസ്റ്ററിങ് ചെയ്ത് റിലീസ് ചെയ്ത പോലെ നമ്മുടെ അല്ലു അർജുൻ്റെ ദേശമുദ്രു തെലുങ്കിലാണ് ആദ്യം അനൗൺസ് ചെയ്തത്. 4K റീമാസ്റ്റേർഡ് പതിപ്പ് റിലീസ് ചെയ്യുകയാണ്. അതായത് അല്ലു അർജുൻ്റെ 41ാം ജന്മദിനമായ ഏപ്രിൽ 8-ാം തീയതി അല്ലെങ്കിൽ ഏപ്രിൽ 6-ാം തീയതിയൊക്കെ ആയിട്ട് ദേശമുദ്രു റിലീസ് ഉണ്ടാകുമെന്ന് ഈ മാർച്ച് 28-ന് അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തതാണ്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പടം മലയാളത്തിൽ കൂടി 4K വേർഷൻ റിലീസ് ചെയ്യുന്നുണ്ടെന്ന് മലയാളം പ്രൊഡ്യൂസറായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കാതൽ ഹസൻ സാറ് അറിയിച്ചിരിക്കുന്നത്.
അപ്പോൾ അത് മിക്കവാറും അല്ലു അർജുൻ്റെ ജന്മദിനമായ ഏപ്രിൽ 8 അല്ലെങ്കിൽ 7 ഒക്കെ ആയിട്ട് ആയിരിക്കും മലയാളത്തിലും റീ റിലീസ് ചെയ്യുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ ഇതിപ്പം അല്ലു അർജുൻ്റെ ഒരു ലെവൽ നിങ്ങൾക്കറിയാം, ഒരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു പാൻ വേൾഡ് സ്റ്റാറാണ് അല്ലു അർജുൻ. ഇപ്പോൾ അല്ലു അർജുൻ്റെ ഫാൻസ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം അന്നത്തെ പോലെ കേരളത്തിലോ തെലുങ്കിലോ മാത്രം ഒതുങ്ങുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആക്ടർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ തെലുങ്കിൽ ആദ്യം അനൗൺസ് ചെയ്തെങ്കിൽ തന്നെയും ഇപ്പോൾ അതിന് പിന്നാലെ ഇപ്പം മലയാളത്തിലേക്ക് റീ റിലീസ് ഉണ്ടെന്ന് കൺഫേം ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ കന്നഡയിലേക്കും അതുപോലെ തന്നെ കർണാടകയിലുള്ള ഫാൻസിന് വേണ്ടിയിട്ട് കന്നഡ വേർഷൻ ആണോ എന്ന് അറിയത്തില്ല, അതേ തെലുങ്ക് വേർഷൻ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. കർണാടകയിൽ റീ റിലീസ് ഉണ്ടെന്ന് ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. അപ്പം നോക്കുമ്പോൾ ഇപ്പം മൊത്തം 4 സ്റ്റേറ്റുകളിൽ ഓൾറെഡി റീ റിലീസ് കൺഫേം ചെയ്തിട്ടുള്ളതാണ്. ഇനിയും ചിലപ്പോൾ അല്ലു അർജുൻ്റെ ആ ഒരു ഫാൻസ് പവറും ആ ഒരു ഇമ്പാക്റ്റും വെച്ചിട്ട് ഇനിയും സ്റ്റേറ്റുകളിൽ ചിലപ്പോൾ റീ റിലീസ് കൂടി വരാൻ ചാൻസ്